ആയിരക്കണക്കിന് ഡ്രൈവർമാർ തമിഴ്നാട്ടിലെ സിമൻറ്റ് കമ്പനി ഉൾപ്പെടെ പല കമ്പനികളിൽ നിന്നും പച്ചക്കറി ഉൾപ്പെടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും പല ഉൽപ്പന്നങ്ങളും കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ ലൈനിൽ ഓടുന്ന ഡ്രൈവർമാർക്ക് ഒന്ന് ബാത്റൂമിൽ പോകാനും ഒന്ന് കുളിക്കാനും തുണി കഴുകാനും ഉള്ളൊരു സൗകര്യമുള്ള പബ്ലിക് ടോയ്ലറ്റ് ഈ കമ്പനികളോ ഈ സർക്കാരുകളോ നാളിതുവരെയായിട്ടും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പല ഡ്രൈവർമാരും കുറ്റിക്കാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ആയതിനായി പോകുന്നത്. വർഷങ്ങളായി കോടിക്കണക്കിന് കോടാനുകോടി രൂപയുടെ ആദായം ഉണ്ടാക്കുന്ന കമ്പനികൾ ഡ്രൈവർമാരുടെ ജോലിയിൽ നിന്നും സർക്കാരിനും വരുമാനമുണ്ട്. എന്നാൽ ഈ സർക്കാരുകൾ നാളിതുവരെയായിട്ടും ഒരു പബ്ലിക് ടോയ്ലറ്റ് ഈ കേരള അതിർത്തിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കും കേരള അതിർത്തിയിൽ നിന്നും കേരളത്തിലേക്ക് നോക്കിയാൽ ഒരൊറ്റ പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. ബസ് സ്റ്റാൻഡുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരെണ്ണം പോലും പണിഞ്ഞിട്ടില്ല. ഇതൊക്കെ കാരണം ഭൂരിഭാഗം ഡ്രൈവർമാരും വോട്ട് ചെയ്യാൻ പോലും പോയിട്ടില്ല. ഇതൊരു സത്യാവസ്ഥയാണ്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ മാർഗങ്ങൾ സ്വീകരിക്കുക.